ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQ ആയിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷീറ്റ് മെറ്റൽ വർക്ക്, ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തു നിന്നുള്ള കുറച്ച് MCQ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഷീറ്റ് മെറ്റലിലെ വർക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഷീറ്റ് മെറ്റൽ ജോയിൻസ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഷീറ്റ് മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ ഷീറ്റ് മെറ്റലിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, ഷീറ്റ് മെറ്റൽ ജോയിൻസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്, ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് മെറ്റലിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് സ്നിപ്പ്? ഷീറ്റ് മെറ്റലിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു പാർട്ട് തന്നെയാണ്, ഒരു ടൂൾ തന്നെയാണ് എന്ത് പറയുന്നത്, സ്നിപ്സ് എന്ന് പറയുന്നത് അല്ലെ. പല ടൈപ്പ് ഓഫ് സ്നിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ സ്നിപ്സിന്റെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് സ്നിപ്പ്? അപ്പൊ ഫസ്റ്റ് വണ് എ ആണ് കട്ടർ, ബി ഹാൻഡ് ഷിയർ, സി സിസേഴ്സ്, ഡി ബ്ലേഡ്. അപ്പോൾ സ്നിപ്സിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഹാൻഡ് ഷിയർ അല്ലെ. ഹാൻഡ് ഷിയർ ആണ് സ്നിപ്പിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് എ സർക്കിൾ ഓൺ ആൻ ആർക്ക് വിത്ത് എ ലാർജ് ഡയമീറ്റർ വിച്ച് കനോട്ട് ബി സ്ക്രൈബ്ഡ് ബൈ എ വിങ് കോമ്പസ്? ഓപ്ഷൻ എ ഡിവൈഡർ, ഓപ്ഷൻ ബി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ സി ട്രാമൽ, ഓപ്ഷൻ ഡി വിങ് കോമ്പസ്. അപ്പോ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് എ സർക്കിൾ ഓർ ആൻ ആർക്ക്, ഒരു ലാർജ് ഡയമീറ്റർ വിച്ച് കനോട്ട് ബി സ്ക്രൈബ്ഡ് വിത്ത് എ വിങ് കോമ്പസ്. ഒരു വിങ് കോമ്പസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വരക്കാൻ കഴിയാതിനേക്കാളും വലിയ രീതിയിലുള്ള ആർക്കോ സർക്കിളോ വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി നമുക്കൊരു സർക്കിളോ അല്ലെങ്കിൽ ഒരു ആർക്കോ വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിങ് കോമ്പസ് ഉപയോഗിക്കാം. പക്ഷെ വിങ് കോമ്പസ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളോ. ഏതാണ് ആൻസർ വരിക? ട്രാമൽ അല്ലെ. ട്രാമലാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ ട്രാമൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ സർക്കിളും അല്ലെങ്കിൽ വലിയ ആർക്കും കാര്യങ്ങളും നമ്മൾ വരക്കുന്നത് ട്രാമൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് ട്രാമൽ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോയിന്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഈ ട്രാമലിനെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് കാലിപ്പർ പോയിന്റ്സ് ഉണ്ട്, നമുക്കൊരു പോയിന്റിനെ ഫിക്സ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് വരക്കാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ ഒരു എക്യുപ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാമൽ എന്നുള്ള പേരിൽ നമ്മൾ ട്രാമൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത്, വിച്ച് ടൈപ്പ് ഓഫ് സ്നിപ്പ് ഈസ് യൂസ്ഡ് ഫോർ ട്രിമ്മിങ് സിലിണ്ട്രിക്കൽ ഓർ കോണിക്കൽ വർക്ക് ഇൻ ഷീറ്റ് മെറ്റൽ? ഏത് ടൈപ്പ് സ്നിപ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്തിന്? ഫോർ ട്രിമ്മിങ് സിലിണ്ട്രിക്കൽ ഓർ കോണിക്കൽ വർക്ക് ഇൻ ഷീറ്റ് മെറ്റൽ. ഏത് ട്രിം? സ്ട്രെയിറ്റ് സ്നിപ്പ്, ബെൻഡ് സ്നിപ്പ്, ബ്ലോക്ക് ഷിയർ, റോഡസ് ഷിയർ. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബെൻഡ് സ്നിപ്പ് അല്ലെ. അതായത് കോണിക്കൽ, സിലിണ്ട്രിക്കൽ ആർ കോണിക്കൽ, വൃത്താകൃതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്നിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ബെൻഡ് സ്നിപ്പാണ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് ടൈപ്പ് ഓഫ് മാലറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഹോളോയിങ്, പാനൽ ബീറ്റിംഗ് എക്സെട്ര? വിച്ച് ടൈപ്പ് ഓഫ് മാലറ്റ്സ്, ഏത് ടൈപ്പ് മാലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതിന് ഫോർ ഹോളോയിങ്, പാനൽ ബീറ്റിംഗ് എക്സെട്ര അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ്, ഓപ്ഷൻ ബി ബോസിംഗ് മാലറ്റ്, ഓപ്ഷൻ സി എൻഡ് ഫ്ലേക്ഡ് മാലറ്റ്, ഓപ്ഷൻ ഡി ജനറൽ പർപ്പസ് മാലറ്റ്. ഇതിൽ ഏത് ടൈപ്പ് മാലറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബോസിംഗ് മാലറ്റ് ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ബോസിംഗ് മാലറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാലറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാലറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ്, അതേപോലെ തന്നെ ബോസിംഗ് മാലറ്റ്, എൻഡ് ഫ്ലേക്ഡ് മാലറ്റ്, 3 ടൈപ്പ് മാലറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഓഫ് ഷീറ്റ് മെറ്റൽ വർക്ക്. നമ്മളുടെ ഷീറ്റ് മെറ്റലിന്റെ ജനറൽ പർപ്പസ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റുകൾ ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത് ബോസിംഗ് മാലറ്റ്. എന്താണ് ബോസിംഗ് മാലറ്റ്? യൂസ്ഡ് ഫോർ ഹോളോയിങ്, പാനൽ ബീറ്റിംഗ് എക്സെട്ര. നമ്മൾ അറിയില്ല, ഹോളോയിങ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാനൽ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാലറ്റാണ് ബോസിംഗ് മാലറ്റ്. ദെൻ എൻഡ് ഫ്ലേക്ഡ് മാലറ്റ്. എൻഡ് ഫ്ലേക്ഡ് മാലറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ സ്ട്രെച്ചിങ്, ഹാമറിങ്. സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹാമർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലുള്ള പർപ്പസുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എൻഡ് ഫ്ലേക്ഡ് മാലറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് വേർ ഡീപ്പർ ലൈൻസ് ആർ ടു ബി മാർക്ക്ഡ്? വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് വേർ ഡീപ്പർ ലൈൻസ് ആർ ടു ബി മാർക്ക്ഡ്? ഓപ്ഷൻ എ സ്റ്റീൽ സ്ക്വയർ,
ഓപ്ഷൻ ബി സ്ക്രൈബർ, ഓപ്ഷൻ സി സ്ക്രാച്ച് ഔൾ, ഓപ്ഷൻ ഡി ഡിവൈഡർ. അതായത് നമ്മൾ നോർമലി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാറ് എന്താണ് അല്ലെ, സ്ക്രൈബർ തന്നെയാണ്. പക്ഷെ ഡീപ്പർ ലൈൻസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ്. ഇപ്പൊ സ്ക്രൈബർ ഇതിൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ സ്ക്രൈബർ ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്രാച്ച് ഔൾ ആണ് അല്ലെ. സ്ക്രാച്ച് ഔൾ ആണ് നമ്മൾ നോർമലി ഡീപ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രാച്ച് ഔളിന്റെ ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രാച്ച് ഔൾ എന്ന് പറയുന്നത് ഷാർപ്പ് ആയിരിക്കും, ടിപ്പ് ഹാർഡ് ആയിരിക്കും. എന്താണ് സ്ക്രാച്ച് ഔൾ നോക്കാം. A scratch owl is a sharp pointed tool used for marking guidelines on a wood or metal and for making woodworking joints. It is also known as a scriber. അല്ലേ, അപ്പൊ സ്ക്രൈബർ തന്നെയാണ്. സ്ക്രാച്ച് ഔൾ എന്ന് പറഞ്ഞാലും ഒരു സ്ക്രൈബർ തന്നെയാണ്. സ്ക്രൈബറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്താണ്, ഷാർപ്പ് പോയിന്റഡ് ടൂൾ ഫോർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഗൈഡ് ലൈൻസ് ഓൺ വുഡ് ആൻഡ് മെറ്റൽ. വുഡിലും മെറ്റലിലൊക്കെ നമുക്ക് ഷാർപ്പായിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, ജോയിന്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സ്ക്രാച്ച് ഔൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ സ്ക്രൈബർ. സ്ക്രൈബർ തന്നെയാണ്, സ്ക്രൈബറിനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഷാർപ്പായിട്ടുള്ള കുറച്ചുകൂടി ഷാർപ്പ് പോയിന്റ് ടൂൾ ആയിരിക്കും സ്ക്രൈബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്സ്. വിച്ച് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്സ്. ലെഡ് ഷീറ്റ്, കോപ്പർ ഷീറ്റ്, ടിന്നഡ് പ്ലേറ്റ്, അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആസിഡ് ടാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് മെറ്റൽ കൊണ്ട് ആസിഡ് ടാങ്കുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഏത് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പൊ ഏത് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ആസിഡ് ടാങ്ക് നിർമ്മിക്കാൻ, ആസിഡിലെ ടാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏത് ഷീറ്റാണ്, ലെഡിന്റെ ഷീറ്റ് അല്ലെ. ലെഡിന്റെ ഷീറ്റാണ്. ലെഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്, മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആസിഡ് ടാങ്കുകളും കാര്യങ്ങളും നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം എന്ന് പറയുന്നത് നവംബർ 11-നാണ്. നവംബർ 11-ന് എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇരുന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, what are the sheet metal workers anvil used for bending, seaming and forming? What are the sheet metal workers anvil used for bending, seaming and forming? Scratch owl, stakes, bench wise, square. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് സ്റ്റേക്സ് ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്റ്റേക്സ് ആണ്. അപ്പൊ സ്റ്റേക്കുകൾ എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ പല ടൈപ്പിലുള്ള സ്റ്റേക്സ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേക്സ് ആർ ദ സ്റ്റീൽ ആൻവിൽസ് യൂസ്ഡ് ബൈ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് to bend, form or seam sheet metal അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഉണ്ടാവും. അതായത് നമ്മൾ ഓരോ ടൈപ്പ് ഇതുണ്ടാവും അല്ലെ. ഫണൽ ആകൃതിയിലുള്ളതുണ്ട്, ബീക്ക് അയൺ ഉണ്ട്, ക്രീസിംഗ് സ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് സ്റ്റേക്കുകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് സ്റ്റേക്കുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതായത് ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൻവിൽ യൂസ്ഡ് ഫോർ ബെൻഡിങ് ആൻഡ് സീമിങ്. ആൻസർ എന്ന് പറയുന്നത് സ്റ്റേക്സ് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which type of stake is used when making small diameter tubes with thin gauge metal? അല്ലെ, ഏത് സ്റ്റേക്ക് ആണ്? ഇപ്പൊ നമ്മൾ സ്റ്റേക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഏത് സ്റ്റേക്ക് ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? മേക്കിംഗ് സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ് വിത്ത് എ തിൻ ഗേജ് മെറ്റൽ. ഒരു തിൻ ഗേജ് സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റേക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വണ് ഫണൽ സ്റ്റേക്ക്, സെക്കൻഡ് വണ് ബിഗ് അയൺ, തേർഡ് വണ് ക്രീസിംഗ് അയൺ, ഫോർത്ത് വണ് ഹോയ്സ്. ഇതിൽ ഏത് സ്റ്റേക്കാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ക്രീസിംഗ് അയൺ ആണ് അല്ലെ. ക്രീസിംഗ് അയൺ ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സ്മാൾ ഡയമീറ്റർ ട്യൂബ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ക്രീസിംഗ് അയണിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രീസിംഗ് അയണിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് അളവിലുള്ള ഡയമീറ്ററിലുള്ള നമുക്ക് ഒരു ചാലുകളിൽ സ്ലോട്ടുകൾ കാണാൻ പറ്റും. നമുക്ക് അതിന്റെ ജസ്റ്റ് നോക്കാം എന്താണ് ക്രീസിംഗ് സ്റ്റേക്ക് എന്നുള്ളത്. ഇറ്റ് ഹാസ് 2 റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോൺസ് അല്ലെ. അതിന് രണ്ട് റെക്ടാങ്കുലർ ഷേപ്ഡ് ഹോൺസ് ഉണ്ട്. വൺ ഈസ് പ്ലെയിൻ ആൻഡ് അതർ ഈസ് കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ഗ്രൂഡ് സ്ലോട്ട്സ് വിത്ത് വേരിയസ് സൈസസ് അല്ലെ. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലെയിൻ ആണ്. ഈ ഭാഗം എന്താണ്? പ്ലെയിൻ ഭാഗമാണ്. ഈ ഭാഗം പ്ലെയിൻ ഭാഗമാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ പ്ലെയിൻ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് എന്താ വരുന്നത്? ഇവിടെ ഒരു വേരിയസ് സൈസിലുള്ള സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സൈഡിൽ പ്ലെയിൻ ആണ്, ഒരു സൈഡിൽ വേരിയസ് സൈസിലുള്ള സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ക്രീസിംഗ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. ദീസ് റോഡ്സ് ആർ യൂസ്ഡ് ഫോർ വയറിംഗ് സിങ്കിങ് എ ബീഡ് ഓൺ ദി സ്ട്രെയിറ്റ് എഡ്ജ് ഓഫ് ദി ഫ്ലാറ്റ് ഷീറ്റ് ഫോർ മേക്കിംഗ് സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ് വിത്ത് തിൻ ഗേജ് മെറ്റൽ. സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ് വിത്ത് തിൻ ഗേജ് മെറ്റൽ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ് വിത്ത് തിൻ ഗേജ് മെറ്റൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേക്ക് ഏതാണ് എന്നാണ്. അപ്പൊ ആൻസർ പറയുന്നത് ക്രീസിംഗ് സ്റ്റേക്ക് ആണ് ആൻസർ വരുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്സ്? വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്സ്? ലാബ് സീം, ഗ്രൂഡ് സീം, ഡബിൾ സീം, ഡബിൾ ഗ്രൂഡ് സീം. നമ്മൾ ഷീറ്റ് മെറ്റൽ കൊണ്ട് പല ടൈപ്പ് ഓഫ് സീം ജോയിന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സീം ജോയിന്റ്സ് പല ടൈപ്പ് ഓഫ് സീം ജോയിന്റ്സ് ഉണ്ട്. അതിൽ ഏതാ ചോദിച്ചിട്ട് റൂഫിംഗും പാനലിംഗ് ജോയിന്റ്സിന് വേണ്ടിയിട്ട്, റൂഫിംഗ് പാനലിംഗ് ജോയിന്റ്സിന്, റൂഫിംഗ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാനലിംഗ് ജോയിന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സീം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ജസ്റ്റ് സംശയം ഉണ്ടാവും, ഗ്രൂഡ് ആണോ ഡബിൾ ഗ്രൂഡ് ആണോ എന്നുള്ളത് ഡൗട്ട് വരും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഗ്രൂഡ് സീം ആട്ടോ. ഗ്രൂഡിലും നമ്മൾ ആൻസർ കണ്ടിട്ടുണ്ട്, പക്ഷെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഗ്രൂഡ് സീമാണ്. അപ്പൊ പല പല സീമുകൾ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതൊരു ലാബ് സീം, കൗണ്ടർ സംഖ്യ ലാബ് സീം, ഔട്ട് സൈഡ് ലാബ് സീം, കോർണർ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീമുകളെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതാ ഗ്രൂവ്ഡ് ഫ്ലാറ്റ് ലോക്ക് സീം ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ലോക്ക് പോയി, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ ഗ്രൂവ് ഇട്ടിട്ട് പോകുക അല്ലെ. നേരെ പോകണ്ട, ഗ്രൂവ് ഇട്ട് പോകുക. അങ്ങനെയുള്ള സീമുകൾ ജോയിന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് അടുത്തത്, വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? അതായത് ഷീറ്റ് മെറ്റൽ വർക്കിൽ സീംസിനെ ലോക്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രൂവർ, ഓപ്ഷൻ ബി സോൾഡറിങ്, ഓപ്ഷൻ സി റിവറ്റിംഗ്, ഓപ്ഷൻ ഡി സീമിങ്. അപ്പൊ ഇതിൽ ഏതാണ് സീമുകളിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സീമുകളെ ലോക്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ഗ്രൂവർ ആണ് അല്ലെ. ഗ്രൂവർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്രൂവർ തന്നെ നമുക്ക് ഗ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റ് മെറ്റലിന്റെ മുകളിലൊക്കെ ഇട്ടിട്ട് അല്ലെ, സീമുകൾ ചെയ്ത് കഴിഞ്ഞാൽ, ജോയിന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂവർ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഹാമർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടിച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ലോക്കിനെ എന്ത് ചെയ്യും, ആ ജോയിന്റിനെ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കുന്നത്, ഗ്രൂവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ യൂസ്ഡ് ഫോർ ലോക്കിംഗ് ഓഫ് സീംസ്, ഷീറ്റ് മെറ്റലിൽ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീംസ് എന്താണ്, ആരാണ്? ഗ്രൂവർ ആണ് അല്ലെ. ഗ്രൂവർ ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പൊ നമ്മൾ ഇപ്പൊ ഷീറ്റ് മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഷീറ്റ് മെറ്റലിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അത് ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷീറ്റ് മെറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, ഫോം രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.